നമസ്കാരം. പ്രധാന വാർത്തകൾ. അമ്മ തെരഞ്ഞെടുപ്പ് അംഗങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കരുത്, പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക്. മലയാളത്തിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അംഗങ്ങൾക്ക് പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക്. ആഭ്യന്തര വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കരുതെന്നാണ് നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഓഗസ്റ്റ് 15 വരെ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കരുതെന്ന കർശന നിർദ്ദേശമാണുള്ളതെന്നാണ് റിപ്പോർട്ട്. അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ നിന്നും ജഗദീഷ് പിന്മാറിയതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ എത്താൻ സാധ്യത കൂടിയിരുന്നു. ജയൻ ചേർത്തല, അനൂപ് എന്നിവരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നൽകിയ പത്രിക പിൻവലിച്ചതോടെ മത്സരം ശ്വേതയും ദേവനും തമ്മിലായി. ജമ്മുകാശ്മീരിലെ കുൽഗാമിൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ, 2 സൈനികർക്ക് വീരമൃത്യു. പ്രീത്പാൽ സിംഗ്, ഷിപ്പായി ഹർമീന്ദർ സിംഗ് എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. രാത്രി ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. അഖൽ മേഖലയിൽ 9 ദിവസമായി ഏറ്റുമുട്ടൽ തുടരുകയാണ്. കഴിഞ്ഞ 9 ദിവസമായി ജമ്മുകാശ്മീരിലെ അഖൽ മേഖലയിൽ തുടരുന്ന ഭീകരവിരുദ്ധ ഓപ്പറേഷന്റെ ഭാഗമായുള്ള ആക്രമണത്തിലാണ് സൈനികർ കൊല്ലപ്പെട്ടത്. ജമ്മുകാശ്മീർ പോലീസും സൈന്യവും സംയുക്തമായാണ് ഈ ഓപ്പറേഷന് നേതൃത്വം കൊടുക്കുന്നത്. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് വീട്ടമ്മയെ തള്ളിയിട്ട് കവർച്ച. കോഴിക്കോട് ട്രെയിനിൽ നിന്നും യാത്രക്കാരിയെ തള്ളിയിട്ട് കവർച്ച. വീട്ടമ്മയുടെ ബാഗ് തട്ടിപ്പറിച്ച് 8,500 രൂപയും ഫോണും കവർന്നു. കോഴിക്കോട് കല്ലായിൽ വെച്ചാണ് സംഭവം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസിൽ നിന്നാണ് വീട്ടമ്മയെ തള്ളിയിട്ടത്. ട്രെയിൻ കോഴിക്കോട് സ്റ്റേഷനിൽ വിട്ട ശേഷം വേഗത കുറച്ച് കല്ലായി ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് സംഭവം. ട്രെയിനിൽ ബാത്റൂമിൽ പോകുന്നതിനിടെ ഡോറിന് സമീപത്ത് നിന്ന് വീട്ടമ്മയെ താഴേക്ക് തള്ളിയിടുകയായിരുന്നു. പിടിവലിക്കിടെ മോഷ്ടാവും താഴേക്ക് വീണു. ഇതിനിടയിൽ മോഷ്ടാവ് വീട്ടമ്മയുടെ ബാഗ് തട്ടിപ്പറിച്ചിരുന്നു. ബാഗിലുണ്ടായിരുന്ന 8,500 രൂപയും ഫോണും നഷ്ടമായി. സംഭവത്തിന് ശേഷം ബാഗുമായി പ്രതി സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ വീട്ടമ്മ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. സംഭവത്തിൽ റെയിൽവേ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊടിസുനി ഉൾപ്പെടെ 3 പേർക്കെതിരെ കേസ്. TP കേസ് പ്രതി കൊടിസുനിയുടെയും സംഘത്തിന്റെയും പരസ്യ മദ്യപാനത്തിൽ കേസെടുത്ത് പോലീസ്. കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കൊലക്കേസ് പ്രതിയായ കൊടിസുനിക്ക് മദ്യം കഴിക്കാൻ അവസരമൊരുക്കിയ സംഭവത്തിൽ കണ്ണൂരിൽ 3 സിവിൽ പോലീസുകാരെ ദിവസങ്ങൾക്ക് മുമ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. തലശ്ശേരി കോടതിയിൽ നിന്ന് വരുന്ന വഴിയാണ് പ്രതികൾ മദ്യം കഴിച്ചത്. ആലപ്പുഴയിലെ പാലം അപകടം, ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശം. ആലപ്പുഴ ജില്ലയിലെ കീച്ചേരിക്കടവ് പാല നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ചു. സംഭവത്തിൽ പാല നിർമ്മാണ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മന്ത്രി PM മുഹമ്മദ് റിയാസാണ് ഇക്കാര്യം അറിയിച്ചത്. നിർമ്മാണ ചുമതലയിലുണ്ടായിരുന്ന പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാനും പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി.